വേൾഡ് കപ്പില് റഫറിമാർക്കൊക്കെ അച്ചാറ് വെള്ളം അത്രയുടെ കൊടുക്കുന്നത്. സംഗതി സത്യമാണെന്ന് അറിയാൻ വേണ്ടി പരിശോധിച്ച് നോക്കുമ്പോൾ സംഗതി ഉള്ളതാണ്. അമേരിക്കൻ ഫുട്ബോളിലും മറ്റ് എൻഡ്യൂറൻസ് സ്പോർട്സിലും പിന്നെ എലൈറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസിലൊക്കെ ഈ പിക്കിൾ ജ്യൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്ന ഇതിന്റെ വെള്ളം ഉണ്ടല്ലോ, അതാണ് മസിൽ ക്രാംസിനും മറ്റു ക്ഷീണത്തിനും ഡീഹൈഡ്രേഷനും ഒക്കെ കൊടുക്കുന്നത്. ഈ വേൾഡ് കപ്പില് USA ഓസ്ട്രേലിയ തമ്മിൽ നടന്ന മത്സരത്തിൽ റെഫറി മസിൽ ക്രാമ്പ് വന്ന് വീണ സമയത്ത് ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാഫും ബാക്കി ടീമുകളെല്ലാവരും ഓടിക്കൂടി അവർക്ക് വേണ്ട അവരുടെ കയ്യിലുള്ള വെള്ളവും ബാക്കിയുള്ള എനർജി ഡ്രിങ്ക്സ് എല്ലാം കൊടുത്ത് പുള്ളി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും മാച്ചിന്റെ ഫോർത്ത് ഒഫീഷ്യൽ ഇതേപോലത്തെ ഒരു പിക്കിൾ ജ്യൂസിന്റെ ഒരു പൗച്ചുമായിട്ട് വന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. മാച്ച് കണ്ടവർക്ക് അറിയാം. അത് കുടിക്കുന്നതും പുള്ളി പെട്ടെന്ന് റിക്കവർ ആവുന്ന സീനും നമ്മൾ നേരിട്ട് കണ്ടതാണ്. അങ്ങനെ അമേരിക്കയിൽ മാത്രം ഫേമസ് ആയിരുന്ന ഈ പിക്കിൾ ജ്യൂസ് എന്ന സംഭവം ഇനി പതുക്കെ യൂറോപ്യൻ ഫുട്ബോളിലേക്കും ഒക്കെ വന്നു തുടങ്ങും. എന്തൊക്കെയാണെങ്കിലും ഫുട്ബോളിന്റെ ഹാഫ് ടൈമിൽ പ്ലേയേഴ്സിന് മുഖം കഴുകാൻ എന്താണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് ധൈര്യമായിട്ട് പറയാം, അത് നമ്മളെ കാലിസോഡയാണെന്നുള്ളത്. അതിപ്പോ ഏത് വേൾഡ് കപ്പിലും കിട്ടൂല.